മലബാർ സഭ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും മുഖ്യ കാരണമായ നമ്മുടെ അതിരൂപതയുടെ നിർണായകമായ പള്ളിയോഗ പ്രതിനിധി യോഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 100 കൊല്ലം മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന ഹൈറാർക്കിയുടെ കീഴിൽ 3 സമാന്തര രൂപതകളുമായി തുടങ്ങിയതാണ് സീറോ മലബാർ സഭ. 32 കൊല്ലം മുമ്പ് സീറോ മലബാർ സഭ എന്ന പേര് തിരുത്തിയാണ് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുനർനാമകരണം നടത്തിയത്. പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പാറേക്കാടിലച്ച, ശ്രീ ബോബി ജോൺ, ശ്രീ ജോജി, ശ്രീ എസ് ഡി ജോസ്, ശ്രീ ജോസഫ് തോമസ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയ ആത്മായ സുഹൃത്തുക്കളെ, നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സെൻസേഷണൽ ന്യൂസ് ഉണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. അതിനുള്ള തുടക്കം നമ്മുടെ വൈദികർ തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സദസ്സിലുള്ളവരെ, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും അതിനുള്ള കാരണം എന്താണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുക. നമുക്കറിയാം, 6-7 വർഷങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം അച്ഛന്മാരുടെ പ്രസ്പെക്ടീവ് മീറ്റിംഗ് കൂടിയപ്പോൾ ഇതുവരെ ഒരിക്കലും ഒന്നിനും പ്രതികരിക്കാതെ എന്നാൽ വിളിച്ചു കൂട്ടുന്ന എല്ലാ യോഗത്തിലും വന്നിരിക്കുന്ന ഒരു പാവം വൈദികൻ എഴുന്നേറ്റ് നിന്ന് ഇത് വിളിച്ചു കൂട്ടിയ ബിഷപ്പ് ബോസ്കോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 7 വർഷമായി ഈ അതിരൂപതയിലെ ഞങ്ങളും ഞങ്ങളുടെ ജനങ്ങളും നെയ്ത്തിൽ അനുഭവിക്കുകയാണ്. ഇതിനൊരു പ്രതിസന്ധി, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങളിത് പിടിമുറുക്കുന്നതല്ലാതെ ഇത് പരിഹരിക്കാനുള്ള യാതൊരു വഴികളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നില്ല. ഇനി ഞങ്ങൾ ഇതിനപ്പുറത്തേക്ക് പോയാൽ അത് നിങ്ങളുടെ നാശമായിരിക്കുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ വൈദികൻ അതെടുത്ത് പറയുകയായി. ഇത് പറഞ്ഞതുപോലെ നമ്മൾ നീണ്ട ചോദ്യങ്ങളുണ്ട്. 7 വർഷമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്ന് ഒരു കത്ത് മേജർ ആർച്ച് ബിഷപ്പിന് വരികയും ആ കത്ത് മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോഴത്തെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബിഷപ്പ് ബോസ്കോയ്ക്ക് കൈമാറുകയും അതിൻ്റെ ഉള്ളടക്കം ഇവിടുത്തെ വൈദികരെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. ആദ്യം അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു കൂട്ടിയത് ഇവിടുത്തെ കൺസൾട്ടേഴ്സ് ബോഡിയും അതുപോലെ തന്നെ ഫോറോയിൻ വികാരിയച്ചന്മാരെയും. അപ്പം അവരെ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അവർ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ഇവിടുത്തെ വൈദികരുടെ പൊതുവായിട്ടുള്ള ഒരു പൾസ് അറിയാതെ അതെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവർ കൊടുത്തത്. അവരോട് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ്, ഫൊറോന്റെ തലത്തിൽ വൈദികർ വിളിച്ചു കൂട്ടണം, ഈ കത്തിൻ്റെ ഉള്ളടക്കം അവരെ ബോധ്യപ്പെടുത്തണം, അതിനുശേഷം എന്ത് ഈ സിനഡ് കുർബാന നടപ്പിലാക്കാൻ പറ്റും, അതിനുള്ള സാവകാശം അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡുകൾ എന്താണ് എന്നുള്ളത് വൈദികരുടെ ഭാഗത്ത് നിന്ന് എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഓരോ അച്ഛന്മാരെയും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അത്രമാത്രം ഒരു ധൈര്യം ഞങ്ങൾക്കില്ല, മാത്രമല്ല അത് ഞങ്ങൾ ചെയ്യാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. ഒരു ഡെവലപ്മെന്റ് നമ്മുടെ അതിരൂപതയെക്കുറിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർപ്പാപ്പയുടെ കൈവശം കൊടുത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. ആ ലെറ്ററിന്റെ ഉള്ളടക്കത്തിൽ 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു വച്ച കല്ല് വച്ച നുണ. ഈ അതിരൂപതയെ എത്രമാത്രം തേജോവധം ചെയ്യാൻ പറ്റോ, എത്രമാത്രം ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റോ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മെട്രാൻ കൊടുത്ത ഒരു രേഖ മാർപ്പാപ്പയുടെ കൊടുത്തതിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച മാർപ്പാപ്പയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്ത വ്യക്തിക്കെതിരെ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അഡ്ഹോc കമ്മിറ്റിയിലെ വൈദികര് മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു. ആ 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സെക്കൻഡ് നേച്ചർ
അത് അനുസരണക്കേടിൻ്റെ നേച്ചറാണ് എന്ന് മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു വച്ചത്, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ജിഹാദി ഫണ്ടുകൾ ഒത്തിരിയേറെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ജിഹാദി ഫണ്ടുകൾ വരുന്നു, അത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വൈദികർ നടത്തുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അകത്തോലിക്ക സഭയുമായിട്ടുള്ള നിരന്തര ചർച്ച ഇവർ നടത്തി അങ്ങനെയുള്ള ഒരു സഭയായിട്ട് തീരാനും സഭയിലേക്ക് പോകാനുമുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് ഈ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം വഹിച്ച ആൻഡ്രൂസ് മെത്രാൻ അത് മാർപ്പാപ്പയുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ മാർപ്പാപ്പ ഇങ്ങനൊരു വീഡിയോ പുറത്തൊക്കെ ഇറക്കാതിരിക്കൂ. പ്രിയമുള്ളവരെ, ഇതാണ് അതിൻ്റെ പിന്നിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ എന്നും തെറ്റിദ്ധരിപ്പിച്ച് കടന്നുപോയിരിക്കുന്ന. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യണം, തെളിവ് വേണം. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ രൂപതയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഹാജരാക്കിയവനെതിരെ നടപടികൾ എടുക്കണമെന്നും എനിക്ക് തോന്നുന്നു. ആ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷൈജുവിനെ NIയുടെ പേരിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. തെളിവുണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കുൽസിത ശ്രമമായിരിക്കാം അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. എന്തുമാകട്ടെ, എന്തുണ്ടായാലും ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ എല്ലാ ബിഷപ്പുമാരും അണിനിരന്നു. ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളെയും എന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭരണാധികാരികളെ അണിനിരത്തി അവരുടെ ഭരണ സംവിധാനങ്ങളെ നമ്മുടെ മുമ്പിൽ നിർത്തി എന്ന് വെച്ചാൽ അടിച്ചമർത്താനുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷേ ഒന്നിൻ്റെ മുമ്പിലും കീഴടങ്ങുന്നവരല്ല, ഒരു ഭീഷണിക്കും വകവെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ അടിയറ വയ്ക്കുന്നവരല്ല എന്ന് ചങ്കുയർത്തി ഇന്ന് വരെ പറയാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ 400-ലധികം വൈദികർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് ഇവിടുത്തെ അൽമായരുടെയും ചങ്കുറ്റം എന്ന് പറയാൻ ഈ മീറ്റിംഗ് ഇന്ന് കാരണമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇതിനിടയിൽ പറഞ്ഞു പോയ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ അതിരൂപതയുടെ, നമുക്കറിയാം ഈ സഭയുടെ പേര് നമ്മുടെ അതിരൂപതയുടെ പേരാണ്. അത് മാറ്റാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്ത് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ഈ കഴിഞ്ഞ സിനഡൽ ന്യൂസിൽ തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയും നമ്മൾ നേരിടേണ്ട ഒരു സമയമായിരിക്കുന്നു. കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, അത് ഈ അതിരൂപതയുടെ നിലനിൽപ്പിന് കാരണമായിട്ട് തീരട്ടെ. ഈ സിറോ മലബാർ സഭയിൽ എന്നും സത്യത്തിൻ്റെ, നീതിയുടെ, ധർമ്മത്തിൻ്റെ ഒരു സ്വരമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത നിലകൊള്ളുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെ നമുക്ക് ഈ വേദിയിൽ നിന്ന് നമുക്ക് പുറത്തു പോകാം. അത് അഭിമാനത്തോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാനാകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ ഈ സമയം ഞാൻ നേരുകയും ചെയ്യുന്നു. താങ്ക് യു.